തിരുമേനി ജപിച്ചു കിട്ടുന്ന അറിഞ്ഞാണ് ആരെയും കഴിച്ചു മാറ്റാൻ. ഇതെന്റെ ആത്മരക്ഷയ്ക്കുള്ളതാണ്. ഇനി ഈ കണ്ണുകളിൽ നിന്ന് കണ്ണെടുക്കാൻ നിനക്ക് പറ്റില്ല. പറ്റുമോ? ഇല്ല. ഇനി ഞാൻ പറയുന്നത് എന്തും നീ അനുസരിക്കും. സമയം ഒരുപാടായല്ലോ. താരക്കുഞ്ഞിന്റെ പൂജ കഴിഞ്ഞില്ല. ഇനി ബ്ലഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. ചേച്ചി എന്താ സംഭവിച്ചെന്ന് ചേച്ചിക്ക് ഒരു ഓർമ്മയില്ലേ? ഇല്ല, എനിക്കൊന്നും ഓർമ്മയില്ല. സാരില്ല. എങ്ങനെയാ ചേച്ചി കഴുത്തിലെ മുറിവ് പറ്റിയത്? അതെന്തോ കടിച്ചു തന്നാ തോന്നുന്നു. ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട്. അനിമിക് ആയെന്നതൊഴിച്ചാ ചേച്ചിക്ക് മറ്റൊരു കുഴപ്പമില്ലെന്നാ ഡോക്ടർ സുരേഷ് പറഞ്ഞത്. ബദ്രിനാഥിലായതിനാൽ അച്ഛനെ ഇതുവരെ കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അതിനുവേണ്ടി ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ മീന. കൊള്ളാം, ഒന്നും സംഭവിച്ചില്ലെന്നോ? ഭാഗ്യം കൊണ്ട താരചേച്ചി രക്ഷപ്പെട്ടത്. പരികർമ്മി കൃഷ്ണനാരെ ശവശരീരം കിടക്കുന്ന കിടപ്പ് കണ്ടാൽ തന്നെ പേടിയാവും. എന്താ സംഭവിച്ചെന്ന് ആർക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇങ്ങനെ ഒരു ഇഞ്ചുറി ഉണ്ടായാൽ പോലീസിൽ വിവരം അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇൻഫോം ചെയ്തേ ഉള്ളൂ. പക്ഷേ ഇതേപോലൊരു സ്റ്റോറി ഇന്നത്തെ കാലത്ത് അൺബിലീവബിൾ ആണ്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് തന്നെ ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഡോക്ടർ, അങ്ങനെ ഇതിനെ പുച്ഛിച്ച് തള്ളണ്ട. ഈ വാമ്പയറുകളുടെ സ്റ്റോറിയിൽ ഒരു സയൻസ് ഉണ്ട്. വെറും ഒരു അന്ധവിശ്വാസമായിട്ട് ഇതിനെ അവതരിപ്പിച്ച് വേണമെങ്കിൽ ഡോക്ടർക്ക് ഷൈൻ ചെയ്യാം, സപ്പോർട്ട് ചെയ്യാൻ ആളെയും കിട്ടും. പക്ഷെ സത്യം അതല്ല. അതിപ്പോ ഇതിനെപ്പറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്ക് എന്താ പറയാനുള്ളത്? ഞാനും ഡോക്ടർ സുരേഷിനെ പോലെ തന്നെയാണ് ആദ്യം ഈ മാറ്ററിനോട് പ്രതികരിച്ചത്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല എന്ന് എനിക്ക് തോന്നുന്നു. മെഡിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് ബ്ലഡ് ലോസ് ആയത് മുഴുവൻ താരയുടെ കഴുത്തിലെ മുറിവിലൂടെയാണ്. എന്നാൽ അതെങ്ങനെ ഉണ്ടായെന്ന് നിങ്ങളൊട്ട് പറയുന്നുമില്ല. ഹോട്ടലിലെ സ്ത്രീയുടെ മരണം, എൻ്റെ മകൾ ആനിയുടെ കഴുത്തിലുണ്ടായ മുറിപ്പാടുകൾ, റൊമേനിയിൽ നിന്ന് വന്ന പുരോഹിതന്മാരുടെയും ഡോക്ടർ പോൾ റോബിൻസിന്റെയും വിശദീകരണം, മാത്രമല്ല ഇന്നലെ രാത്രിയിൽ കാവിൽ വെച്ചുണ്ടായ കൃഷ്ണൻ നായരുടെ അതിദാരുണമായ മരണം, ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ there is something wrong somewhere. യെസ്, അവനവൻ അനുഭവം വരുമ്പോഴേ ഇതിലൊക്കെ വിശ്വാസം വരികയുള്ളൂ. അല്ലെങ്കിൽ കെട്ടുകഥകളായി കരുതി ഇതൊക്കെ പുച്ഛിച്ചു തള്ളത്തുള്ളൂ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഗാർലിക് ഫ്ലവേഴ്സും കാട്ടു റോസാപ്പൂക്കളും താരയുടെ മുറിയിൽ വെക്കാൻ ഡോക്ടർ അനുവദിക്കണം. അല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവൻ ആപത്താകും. രാത്രിയിൽ ആ മുറിയുടെ ജനലുകളും വാതിലുകളും ഭദ്രമായി അടച്ചിടുകയും വേണം. ഇതൊരു സർക്കാർ മെഡിക്കൽ ഹോസ്പിറ്റലാണ്. വെറുതെ എന്റെ പേരിൽ നടപടി വിളിച്ചു വരുത്തണോ? ഡോക്ടർ ഇത് അനുവദിക്കാത്തതുകൊണ്ട് ആ കുട്ടിയുടെ ജീവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അത് ഓക്കെ, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. നിങ്ങൾ എന്ത് വേണേലും ചെയ്തു. ECG റിപ്പോർട്ട് എടുത്തിരുന്നോ? ഡ്യൂട്ടി റൂമിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. എന്താ ഒളിഞ്ഞു നോക്കുന്നേ? ഒന്നുമില്ല. ചേച്ചിക്ക് കുറവുണ്ടോ? ഷീസ് ഓക്കെ. ശരി.
രാജു എവിടെ? ദേ അകത്തിരിപ്പുണ്ട്. ഞാൻ വാർഡിലോട്ട് പോവാ. ഓക്കെ. എന്താ രാജു? ചുമ്മാ നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. എന്താ അണിക്കുന്നത്? ഹേയ്, ഒന്നുമില്ല. അതല്ല, നിന്റെ മുഖത്തൊരു വല്ലായ്മ. എന്തു പറ്റി? ഞാനിപ്പോ ആ പ്രൊഫസർ വില്യം ഡിസൂസെ കണ്ടു. ഡിസൂസ സാറിനെ കണ്ടെന്നോ? എവിടെ വെച്ച്? ഇപ്പോ ഇവിടെ ഈ കോറിഡോറിൽ വെച്ച്. ഒന്ന് പോടി പെണ്ണെ, അങ്ങേര് വീട്ടിലാ. ഞാൻ ഇപ്പൊ അങ്ങോട്ട് ഫോൺ ചെയ്തതല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ ഞാൻ കണ്ടതോ? നീ കണ്ടതല്ല, സ്വപ്നമായിരിക്കും. ശരിയാ, ഞാൻ ചിലപ്പോ ഇനി സ്വപ്നം കണ്ടതായിരിക്കും. എന്താ നീ പെരുവർക്കുന്നേ? 3-4 ദിവസമായിട്ട് ഞാൻ രാജുനോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുക. എന്താ? ഇന്ന് രാത്രിയില് ഞാൻ ചില ദുസ്വപ്നങ്ങൾ കാണുക. കഴിഞ്ഞ ദിവസം കണ്ട പോലെ എനിക്ക് 2 കൊമ്പുമാലുണ്ടെന്നാണ്. അല്ല, അന്ന് ഞാൻ അങ്ങനെയല്ല കണ്ടത്. രാജുനോട് ഞാൻ പറഞ്ഞില്ലെന്നുള്ളൂ. അന്ന് റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ടതിന് ശേഷം എല്ലാ രാത്രികളിലും ഈ വില്യം ഡിസൂസിയെ ഞാൻ സ്വപ്നം കാണാറുണ്ട്. അത് ശരി. സൂട്ടും കോട്ടൊക്കെ ഇട്ട് സായിപ്പിനെ പോലെ ഒരാളെ കണ്ടപ്പോ ഈ എന്നെ സ്വപ്നത്തിൽ നിന്ന് മാറ്റിയല്ലേ? മതി കളിയാക്കല്. കുറച്ച് ദിവസമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ വളരെ സീരിയസോടെ പറഞ്ഞപ്പോ ഇപ്പോഴേം കരച്ചിലെത്തിയോ? ഞാൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ. ഈ ലോകത്ത് ഏത് ഹീറോ വന്നാലും എന്റെ മീനയുടെ ഹീറോ നിന്റെ ഈ രാജു തന്നെ. ഡ്യൂട്ടി റൂമോ? അതുകൊണ്ടല്ലേ ഞാൻ ഡ്യൂട്ടി ചെയ്യുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞാൽ സിസ്റ്റർ കേൾക്കൂ? എന്താ പറഞ്ഞോളൂ. ഇത് എങ്ങനെയുണ്ട് നമ്മുടെ പേഷ്യന്റ്? യു ആർ ഓൾ റൈറ്റ്. ഓക്കെ, വെരി ഗുഡ്. എവറിത്തിങ് ഈസ് ഫൈൻ. ഇപ്പൊ ക്ഷീണമൊന്നും തോന്നില്ലല്ലോ? ഇല്ല. നിങ്ങൾ രാത്രി കൂടെ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? അനിയത്തി വീട്ടിൽ പോയോ മോളെ? ഇല്ല, അവക്ക് നൈറ്റ് ഡ്യൂട്ടിയാ. ഡ്യൂട്ടി റൂമിലുണ്ട്. അവന്റെ കളി ഇന്നലത്തോടെ തീർന്നിരിക്കുന്നു. ഇനി നമ്മൾ ആ ഗോൾ അടിക്കാൻ പോകുന്നു. എങ്ങനെയെന്നാ പറയാം. പക്ഷെ ഇത് തമാശയല്ല, വളരെ സൂക്ഷിക്കണം. മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. സൂര്യൻ തിരുമേനി വന്നാൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാവും. അതുവരെ ഞങ്ങൾ പറയുന്ന ഒന്നനുസരിക്കണം. എന്നാ പോയിട്ട് രാവിലെ വരാം. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. കമോൺ ബിഷ, ഇനി അവൻ എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. എൻ്റെ പൊന്നു സിസ്റ്ററെ, ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാമോ? ഇതിന്റെ മണം കേട്ടിട്ട് എനിക്ക് ശ്വാസം മുട്ടുന്നു. മാറ്റരുതെന്ന് അവര് പറഞ്ഞിട്ട് പോയത്. എങ്ങാണ്ട് നിന്നും വന്നൊരു പള്ളിയിലച്ഛനും വേറൊരു പ്രാന്ത മനുഷ്യനും കൂടെയാണോ ഇവിടുത്തെ ചികിത്സ നടത്തുന്നത്? ഇതെല്ലാം വെറും അന്ധവിശ്വാസമാണ്. എന്നാലും പ്രായം ചെന്നവരല്ലേ എന്ന് കരുതിയാ. അതൊക്കെ അവരുടെ വീട്ടിൽ കൊണ്ട് വെക്കട്ടെ. എൻ്റെ മുറിയിൽ ഇതൊന്നും വേണ്ട. അതെടുത്ത് മാറ്റ. എനിക്ക് വല്ലാതെ ശ്വാസം മുട്ടുന്നു. ശരി. ഞങ്ങൾക്ക് ഈ കുരിശിലൊന്നും വിശ്വാസമില്ല. അതും കൂടി എടുത്തങ്ങ് മാറ്റിക്കും. എന്നിട്ടാ ജനാല തുറന്നിടും. സ്വല്പം വായു കയറട്ടെ. അതൊന്നും ഇവിടെ വെക്കണ്ട. വല്ലാത്ത മണം. പുറത്തു കൊണ്ട് വെക്കും. ചേച്ചിക്ക് കാപ്പി വല്ലതും വേണോ? വേണമെങ്കിൽ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിയിട്ട് വരാം. ഒരു കാപ്പി കിട്ടിയാൽ കൊള്ളായിരുന്നു. വാങ്ങിയിട്ട് വരാം.
സൂര്യൻ തിരുമേനിയുടെ മകൾ മരിച്ചുപോയി. അതറിഞ്ഞിട്ടാ ഞാനും വന്നത്. കം. ചേച്ചി ഈ ദുരന്തം നിങ്ങൾ വിളിച്ചു വരുത്തുകയാണ്. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊക്കെ പുച്ഛമായിരുന്നല്ലോ. ഈ പോയ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ ഡോക്ടർക്ക് കഴിയുമോ? ഞങ്ങൾ ഇവിടുന്ന് പോയത് 9 മണിക്കാണ്. ഇപ്പൊ 12 മണി. ഇതിനിടയ്ക്ക് ഇവിടെ ഇരുന്ന് കുരിശും പൂക്കളൊക്കെ എടുത്ത് മാറ്റിയതാണ്. ക്ഷമിക്കണം, ഞാനാണ്. താരച്ചേച്ചിക്ക് ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് എടുത്ത് മാറ്റിയത്. അതൊക്കെ മാറ്റിയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്നാണോ അങ്ങ് പറയുന്നത്? എങ്കിൽ ആരാണ് ഇതിന് ഉത്തരവാദി? എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടും ഡോക്ടർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. ഇതിനൊക്കെ ഉത്തരവാദി അവനാണ്. അവൻ മാത്രം. കൗണ്ട് ഡ്രാക്കുള, ഈ ലോകം കണ്ടയിൽ ഏറ്റവും ഭീകരനായ പിശാച്. ദ മോസ്റ്റ് ഡേഞ്ചറസ് ബ്ലഡ് സക്കിംഗ് വാമ്പയർ. ആ പിശാച് ഈ മുറിയിൽ കയറാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. പല വേഷത്തിലും രൂപം മാറി നടക്കാൻ കഴിവുള്ളവനാണ് ഡ്രാക്കുള. പല്ലി ഇഴയും പോലെ എത്ര നില കെട്ടിടത്തിലും അവൻ ഇഴഞ്ഞു കയറും. അതിലുപരി കുറച്ചു ദൂരം പറക്കാനും കഴിയും. 20-ലേറെ മനുഷ്യരുടെ ശക്തിയുള്ള ആ രക്തരക്ഷത്തിനെ നേരിടുക അത്ര നിസ്സാരമല്ല. നിങ്ങളീ കാണുന്നത് ഈ പെൺകുട്ടിയുടെ ശവശരീരമല്ല, മരിച്ചിട്ടും മരിക്കാത്ത ഡെത്ത്ലെസ് ബോഡിയാണ്. നാളെ മറ്റൊരു വാമ്പയറായി മനുഷ്യരക്തം കുടിച്ച് ഇവളും ഈ നാട്ടിലായി. ഡ്രാക്കുളയുടെ രക്തം അത്രമേൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന വൈറസ്. ഇവളും ഒരു പിശാചാകാതിരിക്കണമെങ്കിൽ ഇവളുടെ ശരീരത്തിൽ നിന്ന് ഹൃദയം പുറത്തെടുക്കണം, അല്ലെങ്കിൽ ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ അത് നശിപ്പിക്കണം. വേണ്ട, അതൊന്നും വേണ്ട. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എന്റെ അച്ഛൻ വന്നിട്ട് വേണ്ടതൊക്കെ ചെയ്തോളൂ. ഏതായാലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നാളെ ബോഡി വിട്ടു കിട്ടുള്ളൂ. സൂര്യൻ തിരുമേനെ വിവരം അറിയിച്ചു. അദ്ദേഹം വരാൻ കൂടുതൽ താമസിച്ചാലോ? അതുവരെ ഈ ബോഡി വെച്ചുകൊണ്ടിരിക്കുന്നത് ആപത്താണ്. അച്ഛൻ രാവിലെ എത്തും. അതുവരെ ചേച്ചിയുടെ ബോഡി മോർച്ചറിയിൽ വെക്കാം.
വീട്ടിലെന്തോ അപശകുനം കടന്നുകൂടിയിട്ടുണ്ടെന്ന് എൻ്റെ മോൾ എന്നോട് പറഞ്ഞതാ. സൂര്യൻ തിരുമേനിയുടെ വീട്ടിൽ കയറാനുള്ള ധൈര്യം ഒരു ദുരാത്മാവിനുമില്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞു. എന്റെ താരമോള് പറഞ്ഞതായിരുന്നു ശരി. എവിടെ അവളെ കൊണ്ടുവന്നോ? അത് മോർച്ചറിയിൽ നിന്നും താര ചേച്ചിയുടെ ശരീരം മിസ്സായിരിക്കുന്നു. എന്റെ മഹാഭദ്രേ, ഇരിക്കൂ. ഞാനാ അങ്ങയോട് ഫോണിൽ സംസാരിച്ച ബിഷപ്പ് വർഗീസ് പുത്തമ്പുരയ്ക്കൽ. ഡ്രാക്കുളി എന്ന ഭീകര പിശാച് റുമേനിയയിൽ നിന്നും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എത്തിയിരിക്കുന്നുവെന്ന് അങ്ങ് പറഞ്ഞത് ശരിയാ. പക്ഷേ അതിൽ ഞെട്ടിക്കുന്നൊരു വിവരമാണ് ഞാനിപ്പോൾ കണ്ടത്. ഇവിടെ വന്ന് എന്നിൽ നിന്നും മന്ത്രതന്ത്രങ്ങൾ പഠിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ ശരീരത്തിലാണ് ആ രക്തരക്ഷസ് ഇപ്പോൾ കുടിയേറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സൂര്യമൂർത്തി മനയുടെ ശക്തിയെപ്പോലും ഭേദിക്കാൻ അവന് കഴിഞ്ഞത്. ബെന്നി, give it. ഈ ഫോട്ടോയിൽ കാണുന്ന മിസ്റ്റർ റോയി ആണോ അങ്ങയുടെ അടുത്ത് മന്ത്രതന്ത്രങ്ങൾ പഠിക്കാൻ വന്ന ചെറുപ്പക്കാരൻ? അതെ, ഇയാൾ ഇന്ന് നിങ്ങൾ പറയുന്ന ഡ്രാക്കുളയാണ്. ഇവിടെ നിന്ന് 40 നാഴിക അകലെയുള്ള ഇയാളുടെ ആവാസ കേന്ദ്രത്തിലേക്കാണ് താരയുടെ ശരീരം മാറ്റിയിരിക്കുന്നത്. ഞാൻ ഈ റോയുടെ സഹോദരനാണ്, ബെന്നി തോമസ്, ഇവിടുത്തെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ. അങ്ങയുടെ അടുത്ത് വന്നിട്ടുള്ള കാര്യവും അങ്ങയുടെ ശിഷ്യനാണെന്നുള്ള കാര്യം എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ബെന്നിയുടെ സഹോദരൻ റോയി 1 മാസത്തിന് മുമ്പ് റുമേനിയയിലുള്ള ഡ്രാക്കുള കോട്ട സന്ദർശിക്കാൻ പോയിരുന്നു. എനിക്കറിയാം, ഇയാൾ അവിടെ നിന്ന് എന്നോട് ഫോണിൽ സംസാരിച്ചിരുന്നു. ഡ്രാക്കുളയുടെ ആത്മാവിനെ ആവാഹിച്ച് തിരികെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചിരുന്നു. നോ, ഇയാളെ എനിക്കറിയാം. നിങ്ങൾ പറയുന്ന ആളല്ലേ ഇത്? വിദേശത്ത് നിന്നും ഇവിടെ താമസിക്കുന്ന വില്യം ഡിസൂസയാണിത്. വില്യം ഡിസൂസ? ഓ, ഇത് മറ്റൊരു ഡ്രാക്കുള കോട്ട പോലെയുണ്ടല്ലോ. കേട്ടോ തിരുമേനി, ഒരു ചരിത്ര രേഖകളിലും കാണാത്ത ഒന്നാണ് ആ വാമ്പയർ മറ്റൊരു ശരീരത്തിൽ കയറുക എന്നുള്ളത്. സൂര്യൻ അസ്തമിക്കാൻ ഇനി 1 മണിക്കൂറേ ബാക്കിയുള്ളൂ. ഇരുട്ടിയാൽ പിന്നെ അപകട സാധ്യത വളരെ കൂടുതലാണ്. നമുക്കേതായാലും അകത്തേക്ക് കിടക്കാം. ആരും മനോധൈര്യം കൈവിടരുത്. പോലീസ് ഫോഴ്സിന്റെ ഹെൽപ്പ് എല്ലാം വേണ്ടി വരുമോ സർ? കൊള്ളാം. ഇന്നലെ നടന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും അവർ വിശ്വസിച്ചില്ല. പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാ പോൾ റോബിൻസൺ പറയുന്നത്. കം.
ഒറ്റയ്ക്കകത്തേക്ക് കയറണോ? പേടിക്കണ്ട ഓഫീസർ, ഞാനില്ലേ കൂടെ. കമോൺ. അവൻ ഏതായാലും താമസിക്കാൻ കണ്ടെത്തിയ സ്ഥലം കൊള്ളാം. അസിസ്റ്റന്റ് കമ്മീഷണർക്ക് അറിയോ ഈ സ്ഥലം? നോ സർ, ഞാനിവിടെ വന്നിട്ടില്ല. പക്ഷെ ഇത് കണ്ടിട്ടൊരു പ്രേതാലയം പോലെ ഉണ്ട്. ആണല്ലോ. ശവത്തിന്റെ മണം. റുമേനിയയിലെ ഡ്രാക്കുള കോട്ടയ്ക്കുള്ളിൽ ഞാൻ പോയിട്ടുണ്ട്. ഇതേപോലുള്ള ഒരു നിലവറ അവിടെയും ഉണ്ട്. കണ്ടിട്ട് എനിക്ക് പേടിയോന്നു. ആ, പേടിക്കണം. IPS കാരന്റെ ചോരയാണെന്ന് പറഞ്ഞ് ഡ്രാക്കുള വേണ്ടെന്നൊന്നും വെക്കത്തില്ല. കം 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 കം. എന്താ ഡോക്ടർ? അത് ശരി. പറഞ്ഞത്. ഹേയ്, തുറക്കാൻ. ഡോക്ടർ എന്താ നോക്കിയേ. ഓ മൈ ഗോഡ്. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ നമ്മുടെ ശത്രുക്കളുടെ നിര കൂടുകയാണ്. ലൂസി ഡ്രാക്കുള ഈ രണ്ടോളുമാരെ പുറത്തു നിർത്തിയിരിക്കുകയായിരുന്നു തോന്നുന്നു. നമ്മൾ ഡോർ തുറന്നുകൊണ്ട് അകത്തേക്ക് വന്നു. എവിടെ വരുന്നത്? ഈ ബംഗ്ലാവിൽ നിന്ന് തന്നെ. പ്രത്യേകിച്ച് സൂര്യപ്രകാശത്തിൽ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. എന്റെ ചേട്ടന്റെ ഭാര്യ വിളിക്കട്ടെ? നോ 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 നോ, അത് നിന്റെ ചേട്ടന്റെ ഭാര്യ ഒന്നുമല്ല. ഇപ്പോൾ വാമ്പയറാണ്. രണ്ടിനെ നശിപ്പിക്കണം. കം. ഇതെന്തിനാ? വെടിവെച്ച് നശിപ്പിക്കാനൊന്നും പറ്റില്ല. ഹൃദയം തകർക്കണം, അല്ലെങ്കിൽ തല വെട്ടിമാറ്റി തീയിലിട്ട് ചൂടണം. അയ്യോ, പച്ച ജീവനോട് കിടക്കുന്ന ലൂസിയെ അങ്ങനൊന്നും ചെയ്യണ്ട. ഈ IPS ഓഫീസറെ ഞാൻ കഴുതയെന്ന് വിളിക്കേണ്ടി വരും. വാ. ഒന്ന് പേര് വിളിച്ചു നോക്ക്. ലൂസി, ലൂസി. ബെന്നി, ബെന്നി, എന്നെ രക്ഷിക്ക് ബെന്നി. ഡോക്ടർ, നമുക്ക് ലൂസി എങ്ങനെ രക്ഷപ്പെടുന്നു? ഇപ്പൊ മനസ്സിലായല്ലോ. ഇതാണ് നിങ്ങളുടെ ഏട്ടത്തിയുടെ യഥാർത്ഥ ശവശരീരം. ഇനി നമുക്ക് അടുത്തവളെ ഫിനിഷ് ചെയ്യാം. വാ. ഇതിനിടയിൽ അവൾ രക്ഷപ്പെട്ടിരിക്കുന്നു. കമോൺ, ഈ പോൾ റോബിൻസൺ അവളെ വെറുതെ വിടില്ല. റോയ് തോമസ് എന്നിൽ നിന്നും മന്ത്രതന്ത്രങ്ങൾ മനസ്സിലാക്കിയ
റോയിയുടെ ശരീരം തന്നെ എനിക്കെതിരെ നീ ഉപയോഗിച്ചു അല്ലേ? ശരീരം മാത്രമല്ല, അവന്റെ ബുദ്ധി, അറിവ്, ഭാഷ, മന്ത്രശക്തി എല്ലാം. നീയാണ് ലോകം മുഴുവൻ കുപ്രസിദ്ധി നേടിയ കൗണ്ട് ഡ്രാക്കുള. പക്ഷെ നിന്നോട് ഞാൻ എന്ത് ദ്രോഹം ചെയ്തു? എന്റെ കുടുംബത്തെ എന്തിനു നീ നശിപ്പിക്കുന്നു? എനിക്ക് മീനെ വേണം. അവളെന്റെ രാജകുമാരിയാണ്. അവളെ ഞാൻ കൊണ്ടുപോകും. അതിനെ എതിർക്കുന്നത് ആരാണോ അവരെ എല്ലാം ഞാൻ നശിപ്പിക്കും. എന്നെ രക്ഷിക്കൂ രാജു. ഇയാൾ എന്നെ ഇവിടെ തടവിലിട്ടിരിക്കുക. ഇവിടുന്ന് എന്നെ രക്ഷിക്കില്ലേ രാജു? തിരുമേനി, അങ്ങയുടെ മകളുടെ ആത്മാവിന് ഇനി നിത്യശാന്തി ലഭിക്കും. ഈ ദുരന്തം മുഴുവൻ ഏറ്റുപോകാനുള്ള ശക്തി എനിക്ക് തരണേ ഭദ്രേ. എന്റെ അമ്മേ. ഇനി ആ പിശാചിനെ നശിപ്പിച്ചേ പറ്റൂ. അവൻ മീരയെ തേടി ഇല്ലത്തേക്ക് പോയിരിക്കാം. നിങ്ങൾ ഉടനെ പോയി അവളെ രക്ഷിക്കുക. അവനെ താവളത്തിലേക്ക് തിരിച്ചു പ്രവേശിക്കാനാവാത്ത വിധം ഉഗ്രബന്ധനക്രിയ പൂർത്തിയാക്കിയിട്ടേ ഞാൻ വരൂ. രാജു, പൂജാമുറി ഭദ്രകാളി വിഗ്രഹത്തിന് മുമ്പിലിരിക്കുന്ന സുദർശന ചക്രമെടുത്ത് മീരയുടെ മുറിയിൽ വെക്കണം. പിന്നെ അവൻ അവിടെ പ്രവേശിക്കാനാവില്ല. ഡോക്ടർ രാജുമായി പോയിക്കോളൂ. ഞാൻ തിരുമേനിയെ കൂട്ടിവരാം. ശരി, തിരുമേനി ഇടില്ലവരെ.
ആകുമോ? യു ആർ മൈ ബ്ലഡ്, യു ആർ മൈ ഫ്ലഷ്, യു ആർ മൈ എവർ ലവിംഗ് മീന. മരണമില്ലാത്തൊരു ലോകത്തേക്ക് എന്റെ കൂടെ നീ വരില്ലേ? വരും. എവിടെ വേണേലും ഞാൻ വരും. നിന്നെ കൊണ്ട് ഞാൻ പോകും. ഈ പ്രപഞ്ചമുള്ളിടത്തോളം കാലം നീ എന്റെ നിത്യകാമുകിയായി ജീവിക്കും. മീന. Prince of Darkness, I love you. Come on, quick. എന്തിനാ മീന ഇങ്ങനെ കരയുന്നേ? എല്ലാം നശിച്ചു. ഈശ്വര ധ്യാനങ്ങളും മന്ത്രങ്ങളും മാത്രം മുഴങ്ങിയിരുന്നു ഈ വീടിനെയാണല്ലോ ദൈവം ഇങ്ങനെ ശപിച്ചത്. എന്റെ ചേച്ചി പോയി. ഇപ്പൊ ആ ദുഷ്ടൻ എന്നെയും. അവൻ വീണ്ടും വന്നോ? മീന, നീ പറഞ്ഞതെല്ലാം ശരിയാണ്. അയാൾ പ്രൊഫസർ വില്യം ഡിസൂസ അല്ല, ഡ്രാക്കുളയാണ്, പിശാച്. എന്റെ കുഴപ്പമുണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. രാജ ഒന്നും വിശ്വസിച്ചില്ല. ഇപ്പൊ എല്ലാം കൈവിട്ടു പോയിരിക്കുന്നു. ഇനി അയാള് വരും. അയാള് വന്ന് പറയുന്നതൊന്നും അനുസരിക്കാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. മനസ്സിൽ രാജുവിന്റെ മീനയാണെന്ന് ഓർമ്മയുണ്ടെങ്കിലും ആ കണ്ണുകളിൽ നോക്കുമ്പോ അയാൾക്ക് വഴങ്ങാൻ എന്തോ എന്നെ ഉള്ളിൽ പ്രേരിപ്പിക്കുന്നു. എനിക്ക് എതിർക്കാൻ പറ്റുന്നില്ല. എന്നെ എവിടേക്കെങ്കിലും കൊണ്ടുപോ രാജു. ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തും. പേടിക്കണ്ട, ഇനി അവന്റെ ശല്യം ഉണ്ടാകില്ല. ഞങ്ങൾ അവൻ ഇല്ലാതാക്കിയിട്ട് അടങ്ങൂ. പൂജാമുറിയിലെ സുദർശന ചക്രം നിന്റെ മുറി വെക്കാൻ അമ്മാവൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവൻ ഈ മുറി വരില്ല. ഞാൻ പോയത് എടുത്തിട്ട് വരാം. രാജു, ഒരു നിമിഷം പോലും എന്നെ തനിച്ചാക്കി പോരുത്. അയാൾ ഇനിയും വരും. എനിക്ക് പേടിയാവുന്നു. വന്നു കഴിഞ്ഞ പിന്നെ ഞാൻ എന്റെ രാജുവിനെ മറക്കും. അതിലും ഭേദം ഞാൻ മരിക്കുന്നതാ. കരയാതെ മീന, ഇനി ഒരിക്കലും നിന്റെ മുറി കയറാൻ അയാൾക്ക് പറ്റില്ല. അതിനുള്ള പ്രതിവിധിയല്ലേ അമ്മാവൻ പറഞ്ഞത്? ഞാൻ വരില്ലെന്ന് കരുതിയല്ലേ? ഇല്ല, എന്റെ രാജ
രാജാവ് വരുമെന്ന് എനിക്കറിയാം. രാജു, രാജു, നീ ഇത് വേറെ കുട്ടിയുടെ റൂമിൽ കൊണ്ടുപോയി വെക്ക്. Go. ഇത് കുടിച്ച് നീ എന്റെ രക്തവും മാംസവുമായി മാറും. മരണമില്ലാത്തൊരു ലോകത്തിലേക്ക് നമുക്ക് ഉയർന്നു പറക്കാം. കുടിക്കൂ. പോകരുത്. വേണ്ട. മീന, എന്ത് പറ്റി നിനക്ക്? ഇവിടെ വന്നു. കടന്നു പോ പുറത്ത്. മീന, നിനക്ക് എന്ത് പറ്റി? ആരാണ് നീ? എന്റെ രാജാവ് ഇവിടുത്തെ പോകാൻ കാരണം നീയാണ്. നിന്നെ ഞാൻ കൊല്ലും. മീന, നീ എന്തായി കാണിക്കുന്നത്? ഡോക്ടർ! മീന, നിർത്താനാ പറഞ്ഞത്. ഇനി അവനെ വെറുതെ വിടാൻ പറ്റില്ല. മീന, മീന, മീന! ഇനി നമ്മൾ എന്ത് ചെയ്യും ഡോക്ടർ? എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ എന്താ ഇത്? എനിക്ക് പോണം. മുന്നിൽ മാറ്. എനിക്ക് അദ്ദേഹത്തിന്റെ ഒപ്പം പോയാ മതി. പോണം. മോളെ, മാറാനല്ലേ പറഞ്ഞത്? നീ എന്നെ ചതിച്ചല്ലോ ഭഗവതി. പോണം. പോണം. ഈ പെൺകുട്ടിയുടെ മനസ്സും ശരീരവും അവന്റെ അധീനതയിലായി കഴിഞ്ഞു. മണിക്കൂറുകൾക്കകം നമ്മുടെ മീനയും ഒരു വാമ്പയറായി മാറും. അല്ലെങ്കിൽ അതിനു മുമ്പ് ഡ്രാക്കുളയെ നമുക്ക് നശിപ്പിക്കാൻ കഴിയണം. അവനെ നശിപ്പിച്ചാൽ എനിക്ക് എന്റെ മീനെ തിരിച്ചു കിട്ടുമോ ഡോക്ടർ? കിട്ടും. പക്ഷെ അതിന് അവൻ അങ്ങോട്ടാണ് രക്ഷപ്പെട്ടതെന്ന് പറയാൻ ഡോക്ടർക്ക് കഴിയുമോ? എനിക്കറിയില്ല. പക്ഷേ ഡ്രാക്കുളയ്ക്ക് പ്രിയങ്കരിയായി മാറിക്കഴിഞ്ഞ ഇവളെ ഹിപ്നോട്ടൈസ് ചെയ്താൽ അവൻ പോയ റൂട്ട് ഏതാണെന്ന് അറിയാൻ കഴിയും. അതിന് ഞാൻ ശ്രമിക്കാം. രാജു, ജീവൻ പോലും പണയപ്പെടുത്തി എന്റെ മീനെ രക്ഷിക്കുമെന്ന്
എനിക്ക് വാക്ക് തരുവോ? എന്നാൽ ആവുന്നത് എന്തും ഞാൻ ചെയ്യും എന്റെ മീനെ രക്ഷിക്കാൻ. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബം നശിപ്പിച്ച ആ ഭീകരാത്മാവിനെ ഉന്മൂലനം ചെയ്യൽ. എന്റെ മന്ത്രശക്തികളും തലമുറകളായി ഈ സൂര്യമൂർത്തി മനയ്ക്ക് ലഭിച്ച ദൈവിക തേജസ് ഇതാ ഞാൻ നിനക്ക് കൈമാറും. ഞാൻ എന്റെ പൂജാമുറിയിലുണ്ടാവും. പോയി വരൂ. Meena, you are sleeping. You are sleeping. Go to sleep. You are sleeping. മീന ഇപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മീന, ഞാൻ ചോദിക്കുന്നതിന് നീ ഉത്തരം പറയണം. നിന്റെ ജീവന്റെ ജീവനായ കൗണ്ട് ഡ്രാക്കുള ഇപ്പൊ എവിടെയാണുള്ളത്? അദ്ദേഹത്തെ നീ കാണുന്നുണ്ടോ? ടെൽ മീ. ഉണ്ട്. കേൾക്കുന്നില്ലേ ട്രെയിനിന്റെ ശബ്ദം? റെയിൽ പാളത്തിനടുത്തുള്ള റോഡിലൂടെ അദ്ദേഹം പോകുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. രാജു, നമുക്ക് വേഗം പോവാം. അതെ മീന, അതെ, നമ്മൾ അങ്ങോട്ട് പോകുന്നു. നിന്റെ ആ കൗണ്ട് ഡ്രാക്കുളയുടെ അടുത്തേക്ക്. രാജു, നീ വേഗം വണ്ടി എടുക്കുക. വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഹിം. എവിടെ സൂര്യൻ തിരുമേനി? അമ്മാൻ പൂജാമുറിയിൽ കയറി വാളടിച്ചു. ബെന്നി, സൂര്യൻ തിരുമേനിയോട് ഇവിടെ ഉണ്ടാവണം. ഓക്കെ, ലെറ്റ്സ് ഗോ, കം ഓൺ. എന്നെ വേഗം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. വണ്ടി വേഗം വിട് രാജു. റെയിൽവേ ട്രാക്ക് കഴിഞ്ഞല്ലോ. എവിടെ നിന്റെ കൗണ്ട് ഡ്രാക്കുള? പുഴയോരത്തുള്ള പാലം കടന്ന് അദ്ദേഹം പോകുന്നുണ്ട്. ഞാനില്ലാതെ അദ്ദേഹം തിരിച്ചു പോവില്ല. എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ പോണം. നിങ്ങളാരും അതിനെ എതിർക്കരുത്. ഇല്ല രാജു, പുഴയോരത്തെ പാലത്തിലേക്ക് വേഗം വണ്ടി വിടും. കണ്ടുകിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഡോക്ടർ? മഹാദുരന്തത്തിന് സാക്ഷിയാക്കേണ്ടി വരും. വാമ്പേറായി മാറുന്ന ഇവളെ നിഷ്കരണം നശിപ്പിക്കേണ്ടി വരും. ഇപ്പൊ മണി 3:40. എന്റെ കണക്കുകൂട്ടിൽ 2 മണിക്കൂറിനുള്ളിൽ അവനെ നശിപ്പിച്ചില്ലെങ്കിൽ ഇവളുടെ ബ്ലഡിലെ ഇൻഫെക്ഷൻ മാക്സിമം ആകും. എന്നേക്കുമായി നമുക്ക് മീനെ നഷ്ടപ്പെടും. 5:30 സൂര്യോദയം. അത് കഴിഞ്ഞാൽ അവൻ ഓടി ഒളിച്ചേ പറ്റൂ. അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൽ അവൻ ചാമ്പലാകും. രാജു, വേഗം വിട്ടു. പറയൂ മീന, നിന്റെ പ്രഭു ഇപ്പോ എങ്ങോട്ടാ പോകുന്നത്? നമുക്ക് അങ്ങോട്ട് പോകണ്ടേ? പോണം. ബീച്ചിനടുത്ത് വിജനമായ കാട്ടിനുള്ളിൽ ദുരാത്മാക്കൾ കൂടിയിരിക്കുന്ന മനോഹരമായ ഒരു സ്ഥലമുണ്ട്. ആ ഉദ്യാനത്തിൽ അദ്ദേഹത്തിന്റെ പ്രേമലീലയിൽ ഞാൻ ഇന്ന് ലയിക്കും. ബീച്ചിനടുത്ത് കാട്ടിനുള്ളിലുണ്ടെന്ന് പറഞ്ഞ ഒരു ശ്മശാനം രാജുവിന് അറിയാമോ? പണ്ട് അനാഥശവങ്ങളെല്ലാം മറവ് ചെയ്തിരുന്നൊരു ശ്മശാനമുണ്ട്. അതെനിക്കറിയാം. അവിടെ കുറെ അജ്ഞാതമായ കല്ലറകളുമുണ്ട്. എന്റെ മാസ്റ്ററിന്റെ പെണ്ണിനെ കൊണ്ട് എവിടെ പോകുന്നു നിങ്ങൾ? ഇറക്കി വിടവളെ. ഓ ദ കിങ് ഓഫ് ഡാർക്ക്നെസ്, ഈ സുന്ദരി നിന്റെ മാംസത്തിലും രക്തത്തിലും അലിഞ്ഞു ചേരുന്നത് കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ്. നിന്റെ ഈ നിത്യകാമുകിയെ മരണമില്ലാത്ത ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമോ? എന്നെ കൂടെ കൊണ്ടുപോകുമോ? എത്ര നാളായി നീ എനിക്ക് ഇങ്ങനെ വാക്ക് തന്നിട്ട്? ആരാണ് നിങ്ങൾ? എന്റെ മാസ്റ്ററുടെ സേവകൻ. അദ്ദേഹത്തിന്റെ രാജകുമാരി അദ്ദേഹത്തിന് വിട്ടുകൊടുത്തേക്കും. ആനന്ദസാഗരത്തിൽ ആറാടി അവൾ ആ സുഖസുഷുപ്തിയിൽ ലയിക്കട്ടെ. ഇരുട്ടിനെ കീറുമുറിച്ചവൻ വരും പ്രണയത്തിന്റെ രക്തപുഷ്പവുമായി. യഥാർത്ഥ പ്രണയത്തിന് രക്തത്തിന്റെ മണമാണ്, അറിയാവോ?
നിന്നെ പോലുള്ള മണ്ടന്മാർക്ക് അതൊന്നും അറിയില്ല. ഇവൾ നിന്റെ പെണ്ണല്ലടാ, എന്റെ യജമാനന്റെ പെണ്ണ. ഇയാളെ എനിക്കറിയാം. ഇയാളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. വെറും മനുഷ്യനല്ലേ ഭ്രാന്തൻ. There you are. ഇതുവഴി അവൻ പോയത്. Come on. വേഗം വണ്ടി വിട്. ആ ഭ്രാന്തൻ കിളവനും ട്രാക്കുളയും കൂടി ചേർന്നുണ്ടാക്കിയ ട്രാപ്പായിരുന്നു. അവൻ മീനയും കൊണ്ട് അങ്ങോട്ടാ പോയതെന്ന് ഡോക്ടർ ഉറപ്പുണ്ടോ? ഐ തിങ്ക് സോ. You know I'm song. Yarmayan Thor. നിന്നെ ഞാൻ കൊണ്ടുപോകുന്നു, മരിച്ചിട്ടും മരിക്കാത്ത നിത്യതയിലേക്ക്. അങ്ങയുടെ കൂടെ ഞാൻ എവിടെ വേണേലും വരും. ഈ നെഞ്ചിനുള്ളിൽ എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു ഹൃദയമുണ്ട്. ഇല്ല, നിനക്ക് തെറ്റുപറ്റി മീന. ഹൃദയത്തുടിപ്പോ നാടിമിടിപ്പോ ഇല്ലാത്ത പൊള്ളയായ ഒരു ശരീരമാണിത്. ഡെഡ് ബോഡി. എന്നെ ചതിക്കായിരുന്നു, എന്റെ സ്നേഹത്തെ നീ വഞ്ചിക്കായിരുന്നു. എന്നിട്ട് നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ സ്നേഹിക്കുന്നു. എന്റെ ലോകത്തേക്ക് എന്നെ കൂടെ കൊണ്ടുപോകും. My princess. രാജു, സൂര്യമൂർത്തി മനയിലെ മുഴുവൻ ശക്തി നിനക്ക് തന്നിരിക്കുകയാണ് തിരുമേനി. നിന്നെ കൂടി ജയിക്കാൻ പറ്റും. ശക്തി മുഴുവൻ ആവാഹിക്കൂ. കമോൺ രാജു.
രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ നടക്കുന്നില്ല. തിരുമേനി തന്ന വരം നിന്നെ സഹായിച്ചു രാജു. ഇനി ജയിക്കാൻ നോക്ക് രാജു. ഇനി വെറും 15 മിനിറ്റ് കൂടെ ഉള്ളൂ. അതിനു മുമ്പ് അവനെ നശിപ്പിച്ചില്ലെങ്കിൽ ഇവളെ നശിപ്പിച്ച് ഇവിടെ കുഴിച്ചു മൂടേണ്ടി വരും. സമയം പോകുന്നു. അവൻ രക്ഷപ്പെട്ട് കാണും. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ നിൽക്കില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇനി 6-7 മിനിറ്റ് കഴിഞ്ഞാൽ ഇവളും വാമ്പേറായി മാറും. ഇനി നമ്മൾ എന്ത് ചെയ്യും ഡോക്ടർ? ഒന്നും ചെയ്യാനില്ല. എന്റെ യജമാനെ പിടിക്കാതെ പറ്റില്ല, പറ്റില്ല, പറ്റില്ല. എനിക്കറിയില്ല. അറിഞ്ഞാലും പറയാൻ എനിക്ക് മനസ്സില്ല. എനിക്കറിയാം തീയോടുള്ള നിന്റെ ഭയം. കത്തിച്ച് ചാമ്പലാക്കുന്നതിനെ ഞാൻ. അല്ലെങ്കിൽ പറ, എവിടെ വേണ്ട പറയടാ, എവിടെ പറ. Referendum,
രക്ഷപ്പെട്ടെന്ന് കരുതണ്ട, അവരിനിയും വരും, കൂടെ ഞാനും. എനിക്ക് മരണമില്ല, മരണമില്ല. മീന, യു ആർ വെരി ലക്കി. യു ടു. പോലെ വന്നെന്നിൽ പെയ്തിറങ്ങി നീ മെല്ലെ, ഉള്ളിലിൻപമായി തേൻ തുള്ളികൾ. ഏഴുവർണ്ണമായി നിന്നിൽ ഞാനലിഞ്ഞൊരീ നേരം, നാണിച്ചു മുകിൽ മാലകൾ. മഞ്ഞുപോലെ വന്നെന്നിൽ പെയ്തിറങ്ങി നീ മെല്ലെ, ഉള്ളിലിൻപമായി തേൻ തുള്ളികൾ. ഏഴുവർണ്ണമായി നിന്നിൽ ഞാനലിഞ്ഞൊരീ നേരം, നാണിച്ചു മുകിൽ മാലകൾ. കൊഞ്ചീനിൻ പാദസരം പാടാത്ത പാട്ടായ നിന്നെ പാടുന്നതാണെൻ ഹരം. മഞ്ഞുപോലെ വന്നെന്നിൽ പെയ്തിറങ്ങി നീ മെല്ലെ, ഉള്ളിലിൻപമായി തേൻ തുള്ളികൾ. ഏഴുവർണ്ണമായി നിന്നിൽ ഞാനലിഞ്ഞൊരീ നേരം, നാണിച്ചു മുകിൽ മാലകൾ. കൊഞ്ചൽ താളമായി കിളിപ്പാട്ടിൻ മീനമായി, മൗനങ്ങൾ വാചാലമായി. തനിച്ചല്ല നാം ഇന്നു ഇണപ്രാവുകൾ, നമുക്കല്ലേ തേന്മാവിൻ മണിച്ചില്ലകൾ. Sunshine and rain, നമുക്കൊന്നായി പകുത്തിയിടാം മധുരിമയുടെ കനമരകൾ. മഞ്ഞുപോലെ വന്നെന്നിൽ പെയ്തിറങ്ങി നീ മെല്ലെ, ഉള്ളിലിൻപമായി തേൻ തുള്ളികൾ. ഏഴുവർണ്ണമായി നിന്നിൽ